വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 നടന്ന അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നോക്കാം. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക. എ ബി എന്നിവ ഏതുതരം കോശങ്ങളാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് കൂട്ടുകാരെ? എ എന്ന് പറയുന്നത് ഇതേതാണ്? സസ്യകോശമാണ്. ഓക്കെ, സസ്യകോശം. ബി എന്ന് പറയുന്നത് ജന്തുകോശമാണ്. ഇനി 1, 2, 3 എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ 1 എന്ന് പറയുന്നത് ഏതാണ്? മർമ്മമാണ്. ഇത് മർമ്മം ആണ്. 2 എന്ന് പറയുന്നത് കോശദ്രവ്യമാണ്. ഓക്കെ, കോശദ്രവ്യം. ഇനി മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേത് ഫേനമാണ്. ഫേനം. ഓക്കെ, ഇനി ഈ കോശങ്ങൾ തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ കുറിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? 1, സസ്യകോശത്തിൽ ഹരിതകം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജന്തുകോശത്തിൽ കോശഭിത്തി ഉണ്ടായിരിക്കും. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം 2ലേക്ക് കടക്കാം. വ്യത്യസ്ത ഇനം ഉപകരണങ്ങളുടെ ചലന രീതിയും പ്രയോജനവും ചുവടെ നൽകിയിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചലിക്കുന്ന വസ്തു, ചലന രീതി, പ്രയോജനം എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ലിഫ്റ്റിന്റെ ചലന രീതി എങ്ങനെയാണ്? നേർരേഖാ ചലനമാണ്. ഓക്കെ, നേർരേഖാ ചലനം. നേർരേഖാ ചലനമാണ് ലിഫ്റ്റിൻ്റേത്. പ്രയോജനം കെട്ടിടങ്ങളിൽ കയറലും ഇറങ്ങലുമാണ്. ഇനി വർത്തുള ചലനം. വർത്തുള ചലനത്തിന് ഒരു ചലിക്കുന്ന വസ്തുവിൻ്റെ പേര് പറയും. ഏതാണ്? ചക്കിന് ചുറ്റും കാളയുടെ ചലനം, അല്ലെങ്കിൽ ക്ലോക്കിലെ സൂചിയുടെ ചലനം. ഓക്കെ, ക്ലോക്കിലെ സൂചിയുടെ ചലനം. ക്ലോക്കിലെ സൂചിയുടെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. ഇനി ഇതിൻ്റെ പ്രയോജനം എന്താണ്? സമയം കാണിക്കലാണ് അല്ലേ? സമയം മനസ്സിലാക്കാൻ. സമയം മനസ്സിലാക്കുക. ഇനി കറങ്ങുന്ന കസേരയാണ് ചലിക്കുന്ന വസ്തു. ചലന രീതി എന്താണ്? ഭ്രമണമാണ്. പ്രയോജനം എന്താണ്? കസേരയിൽ ഇരിക്കുന്ന ആൾക്ക് എഴുന്നേൽക്കാതെ എല്ലാ വശങ്ങളിലേക്കും തിരിയാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, എല്ലാ വശങ്ങളിലേക്കും തിരിയാൻ സാധിക്കുന്നു. തിരിയാൻ. ഓക്കെ, ഇനി അടുത്തത് ബി. മുകളിലുള്ള ഏതെങ്കിലും ഒരു ചലനത്തിൻ്റെ പ്രത്യേകത വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നേർരേഖാ ചലനത്തിൻ്റെ, അല്ലെങ്കിൽ വർത്തുള ചലനത്തിൻ്റെ, അല്ലെങ്കിൽ ഭ്രമണത്തിൻ്റെ, ഇതിന് ഏതിനെങ്കിലും ഒന്നിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ സി ചോദ്യം. ദോലന ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ദ്രുതഗതിയിലുള്ള ദോലന ചലനമാണ് കമ്പനം. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു ഭാഗത്തേക്ക് മാത്രമായുള്ള ചലനം. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കുമുള്ള ചലനം. എല്ലാ ദോലനങ്ങളും കമ്പന ചലനമാണ്. പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 1, 2 എന്നിവ ശരി, 2, 3 എന്നിവ ശരി, 3, 4 എന്നിവ ശരി, 1, 3 എന്നിവ ശരി. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രവർത്തനം 3. താഴെ കൊടുത്തിരിക്കുന്ന കാന്തവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പരിശോധിക്കുക. ഇവിടെ എന്താണ്? ഇവിടെ 1, 2, 3, 4 കാന്തത്തിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനി ഇതിൽ ചോദ്യം. ഇതിൽ ശരിയായ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? 1 ഇതാണ്. നോർത്തും സൗത്തും, സൗത്തും നോർത്തും തമ്മിലുള്ള ബന്ധം അല്ലേ? അത് രണ്ടും ഒരുമിച്ച് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? നോർത്തും സൗത്തും, അതുപോലെ തന്നെ സൗത്ത് പോളും നോർത്ത് പോളും കൂടെ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ചിത്രവും ശരിയാണ്. അഥവാ മൂന്നാമത്തെ ചിത്രവും ശരിയാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. 2 എതിർ പോളുകൾ, 2 എതിർ വശങ്ങൾ മാത്രമേ കാന്തത്തിൻ്റെ ഒരുമിച്ച് യോജിച്ചിരിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൽ സജാതീയ ധ്രുവങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതും അതുപോലെ തന്നെ 4ാമത്തേതുമാണ്. ഓക്കെ, 1ാമത്തേതും 4ാമത്തേതും. കപ്പൽ യാത്രികൾ ദിശ അറിയുന്നതിന് കാന്തത്തിൻ്റെ ഏത് സ്വഭാവമാണ് ഉപയോഗിക്കുന്നത്? കാന്തത്തിൻ്റെ ഈ സ്വഭാവം പ്രയോജനപ്പെടുത്തിയ ഒരു ഉപകരണത്തിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കാന്തം സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയാൽ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് കോമ്പസ് ആണ്. ഓക്കെ, കോമ്പസ് ആണ്.
അപ്പം എന്താണ്, കാന്തം സ്വതന്ത്രമായിട്ട് എവിടെ കെട്ടിത്തൂക്കിയാലും അത് തെക്ക് വടക്ക് ദിശയിൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവർക്ക് സഞ്ചാരം മനസ്സിലാക്കാനും ദിശ മനസ്സിലാക്കാനും സാധിക്കും. ഇനി നാലാമത്തെ പ്രവർത്തനമാണ്, താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായി തരംതിരിച്ച് പട്ടികയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്സിജൻ, സോഡ, ഇരുമ്പ്, വായു, മെർക്കുറി, പഞ്ചസാര ലായനി, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ എ എന്ന് പറയുന്നത് ബ്ലാങ്ക് ആണ്, ബി എന്ന് പറയുന്നത് മിശ്രിതമാണ്. അപ്പോൾ എ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം, ശുദ്ധ പദാർത്ഥം എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ശുദ്ധ പദാർത്ഥം. ഇനി ശുദ്ധ പദാർത്ഥത്തിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ വരുന്നത്? ഓക്സിജൻ വരുന്നുണ്ട് അല്ലേ. പിന്നെ എന്ത് വരും? പിന്നെ നമുക്ക് മെർക്കുറി എഴുതാം, മെർക്കുറി. പിന്നെയോ, പിന്നെ നമുക്ക് ഇരുമ്പ് എഴുതാം, ഇരുമ്പ്. ഇനി മിശ്രിതത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? മിശ്രിതത്തിൽ സോഡ, വായു, അതുപോലെ തന്നെ പഞ്ചസാര ലായനി, ഇതൊക്കെ മിശ്രിതങ്ങളാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? തുരിശ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഓപ്ഷൻ ബി ഓക്സിജൻ, നൈട്രജൻ, ഓപ്ഷൻ സി സോഡ വായു, ഓപ്ഷൻ ഡി ജലം, ഗ്ലിസറിൻ. ഇതിൽ ഏതാണ്? സോഡ വായു എന്നിവയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. സി സ്വർണ്ണാഭരണത്തിലെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിച്ചെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. സ്വർണത്തിൽ എന്തൊക്കെയാണുള്ളത്? സ്വർണം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വേറെന്തുണ്ടായിരിക്കും? ചെമ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്വർണം ആൻഡ് ചെമ്പ്, ഇത് രണ്ടുമാണ് സ്വർണത്തിലുള്ള ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു, അവ ചലനത്തിനും സഹായിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്ഥി എന്ന് പറയുന്നത് വാരിയല്ല്, പ്രത്യേകത 12 ജോഡ് അസ്ഥികൾ വളഞ്ഞു കൂടുപോലെ കാണപ്പെടുന്നു. അതിൻ്റെ പ്രയോജനം എന്താണ് കൂട്ടുകാരെ? ഹൃദയം, അതുപോലെ തന്നെ ശ്വാസകോശം എന്നീ അവയവങ്ങളെ സംരക്ഷിക്കുന്നു. ഓക്കെ, ഹൃദയം, ശ്വാസകോശം എന്നിവയെ സംരക്ഷിക്കുന്നു. ഇനി നട്ടെല്ല്, നട്ടെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നട്ടെല്ല് അസ്ഥികൾ ചേർന്ന് വലിയ ഒരു അസ്ഥി പോലെ എസ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഫുള്ളായിട്ട് എഴുതണം. അസ്ഥികൾ ചേർന്ന് വലിയ അസ്ഥി പോലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്നു. ഓക്കെ, ആകൃതിയിൽ കാണപ്പെടുന്നു. അവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതും ശരീരചലനം സാധ്യമാക്കുന്നതും നട്ടെല്ലാണ്. ഇനി കയ്യിലെ എല്ലുകളാണ് പ്രത്യേകത. വിരലുകളിൽ ചെറിയ അസ്ഥികൾ ചേർന്നിരിക്കുന്നു. ഭുജത്തിലും കണം കൈയിലും നീളമുള്ള അസ്ഥികൾ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? പ്രയോജനം എന്ന് പറയുന്നത് കൈകളുടെ ചലനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, കൈകളുടെ ചലനം സാധ്യമാക്കുന്നു, ചലനം സാധ്യമാക്കുന്നു. ഇനി കാലിലെ എല്ലുകളാണ്. വിരലുകളിലെ ചെറിയ അസ്ഥികൾ, തുടയെല്ല് വലുത്, ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ പ്രയോജനം എന്താണ്? കാലിൻ്റെ ചലനം സാധ്യമാക്കുന്നതാണ്, കാലിൻ്റെ ചലനം സാധ്യമാക്കുന്നു. ബി ചോദ്യം, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ടാണ്? തലച്ചോറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തലച്ചോറിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ തലയോടാണ് കവചം ചെയ്തിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കണമെങ്കിൽ എന്താണ്? ഹെൽമറ്റ് ധരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യതയും മരണവും പെട്ടെന്ന് സംഭവിക്കും. സി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. ഓക്കെ, തുടയെല്ല്. ഇനി പ്രവർത്തനം 6ലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവ വായിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. സൂര്യൻ ഒരു നക്ഷത്രമാണ്. നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു. ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് തിരുവാതിര. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1, 2 ശരി, 2, 4 ശരി, 1, 3 ശരി, 4, 3 ശരി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1, 2 ശരി എന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ബി ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിൽ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നക്ഷത്രം മിന്നുന്നതായിട്ട് തോന്നുന്നത്. ഒന്നും കൂടെ പറയാം. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നതുകൊണ്ടാണ്.
സി ചോദ്യം, ചന്ദ്രന്റെ പരിക്രമണം കാണിക്കുന്ന ഈ ചിത്രം പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ ചോദ്യം, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഭാഗത്ത് ചന്ദ്രനെ എങ്ങനെ കാണാൻ സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? പൗർണമി ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. തെളിച്ചമുള്ള പൂർണ്ണചന്ദ്രനെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബി ചോദ്യം, ഈ പ്രവർത്തനത്തെ ഒരു സ്റ്റിൽ മോഡലായി ശാസ്ത്രമേളയിൽ എങ്ങനെ അവതരിപ്പിക്കാം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അതിൻ്റെ ക്രമമാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ചിത്രങ്ങൾ പരിശോധിക്കുക. വണ്ട്, പല്ലി, മത്സ്യം, ഒച്ച് ഇത്രയുമാണ് തന്നിട്ടുള്ളത്. തന്നിരിക്കുന്ന ജീവികളുടെ അസ്ഥികൂടത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാഹ്യാസ്ഥികൂടം എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആന്തരികാസ്ഥികൂടമാണ്. ഓക്കെ, ആന്തരികാസ്ഥികൂടം. ഇനി ആന്തരികാസ്ഥികൂടത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഒന്ന് മത്സ്യം തന്നിട്ടുണ്ട്, മറ്റൊന്ന് പല്ലിയാണ്. ഓക്കെ, പല്ലി. ഇനി ബാഹ്യാസ്ഥികൂടത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? വണ്ട്, അതുപോലെ തന്നെ ഒച്ച്. ഓക്കെ, വണ്ട്, ഒച്ച് ഇത് രണ്ടും ആണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ അനുയോജ്യമായ എണ്ണം തിരഞ്ഞെടുക്കാനാണ് 33, 32, 22, 24 അവിടെ തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ക്രമമായിട്ട് എഴുതിയാൽ മതി. തലയോട്ടിൽ എത്രയാണുള്ളത്? തലയോട്ടിൽ 22 അസ്ഥികളാണുള്ളത്. അതുപോലെ വാരിയെല്ലിൽ 24 എണ്ണമാണുള്ളത്. നട്ടെല്ലിൽ എത്രയാണ്? 33 എണ്ണമാണുള്ളത്. ഓരോ കയ്യിലും എത്രയാണ്? ഓരോ കയ്യിലും 32 എണ്ണമാണുള്ളത്. നട്ടെല്ല് 33. ഓക്കെ, ഒന്നുകൂടെ പറയാം. തലയോട് 22, വാരിയെല്ല് 24, നട്ടെല്ല് 33, ഓരോ കയ്യിലും 32. ഇനി സി, നട്ടെല്ലിന് ക്ഷതമേറ്റ് വീണ് കിടക്കുന്ന ഒരാളിൽ നൽകാൻ പാടില്ലാത്ത പ്രവർത്തനം ഏത്? ശരീരഭാഗങ്ങൾ ഇളക്കാതെ സംരക്ഷിക്കുന്നു, ലഘു വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുന്നു, തോളിൽ എടുത്തു കൊണ്ടുപോകുന്നു, വീതിയിലുള്ള പലകയിൽ കിടത്തുന്നു. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ്. ഓക്കെ, അഥവാ ലഘു വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതും അതുപോലെ തോളിൽ എടുത്തു കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ്. ഇനി പ്രവർത്തനം 8 നോക്കാനുള്ളത്. പ്രവർത്തനം 8 അവസാനത്തെ പ്രവർത്തനമാണ്. ഇവിടെ എന്താണ്? 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കുന്ന ചില രീതികളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അവ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തേത് എന്താണ്? അരിക്കലാണ്. ഓക്കെ, അരിക്കലാണ്. ചിത്രം 2 എന്ന് പറയുന്നത് കൈകൊണ്ട് പെറുക്കിയെടുക്കലാണ്. കൈകൊണ്ട് പെറുക്കി മാറ്റലാണ്. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം. നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് പാറ്റലാണ് അല്ലെങ്കിൽ വീശൽ എന്നും പറയാവുന്നതാണ്. ചിത്രം 3 കാണുന്ന വേർതിരിക്കുന്ന രീതി വിശദമാക്കുക. അഥവാ എങ്ങനെയാണ് ബാഷ്പീകരണം നടത്തുന്നത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുക, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? അപ്പക്കാരം, വായു, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഓക്സിജൻ. ഏതാണ്? വായുവാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാം നമ്മൾ പഠിച്ച ഭാഗങ്ങളും നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.